ഒരു കാര്യമുള്ളതേ, അത് സ്വാഭാവികമായിട്ട് അതിനകത്ത് ആ വിഷയത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു, ഉറപ്പായിട്ടും പരാതി കൊടുത്തു. അത് നമ്മൾ തർക്കം പറയേണ്ടുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രായോഗികമായ ഒരു കാര്യം പറയാം. വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് പിന്നെ വോട്ട് ചെയ്യുന്നത് തടയുന്ന പ്രായോഗികമായി പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രി ഇപ്പോൾ പറയുന്നതെല്ലാം തട്ടിപ്പാണെന്ന്. കാരണം വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളുടെ വോട്ട് തടയുന്നതിനകത്ത് പ്രായോഗിക പ്രയാസമുണ്ട്. പക്ഷേ ഇന്നും BJP ജില്ലാധ്യക്ഷൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നത്, കാരണം രാവിലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് വോട്ട് തടയില്ല, പിന്നെ പ്രായോഗികമായി തടയാൻ കഴിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് സ്വാഭാവികമായിട്ട് ഇന്നും അതിനകത്ത് പരാതി നമ്മൾ ഉന്നയിക്കും. ആ പരാതി ഉന്നയിക്കുമ്പം പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, മന്ത്രി നടത്തുന്ന തട്ടിപ്പ് ഇന്ന് തടയും എന്ന് പറയുന്നതിനകത്ത് പ്രായോഗികമായി പോസിബിൾ അല്ല. ആണോ? നിങ്ങൾ തന്നെ പറയൂ. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ ഇന്നലത്തെ പരസ്യത്തിൻ്റെ ന്യായീകരണം പോലെ ആയിപ്പോയി. പിന്നെ ഞങ്ങളുടെ ഈ പൈസ വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് CPMൻ്റെ പൈസ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, വളരെ സാധുക്കളുടെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒരു യുക്തിയില്ലാത്ത ന്യായമാണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് തടയും എന്ന് മന്ത്രി പറയുന്നത് ജാള്യത മറയ്ക്കാനും അവരുടെ ഇരട്ട വോട്ടുകളെ സാധൂകരിക്കാനും. എന്നാൽ പിന്നെ ഇതൊരു വിവാദമായി. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ആദ്യ പ്രതികരണം നടത്തിയത് ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു. 2 സമരം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒക്ടോബറിൽ നടത്തിയത്. അപ്പോൾ അവരെപ്പോഴാണ് ഇതിൻ്റെ വിഷയങ്ങളുമായിട്ട് വരുന്നത്? നിങ്ങൾ മാധ്യമങ്ങൾ ഇതൊരു വാർത്തയായി ബ്രേക്ക് ചെയ്തപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രായോഗിക പ്രശ്നമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, അദ്ദേഹത്തെ പോലൊരു പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മാതൃകയാകണ്ടേ? ഇപ്പം ഒരു പൊതുപ്രവർത്തന നിലയിൽ പിന്നെ മാതൃകയാക്കേണ്ടുന്ന ആളുകളാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് വോട്ട് ചേർക്കാൻ ഈ വളഞ്ഞ വഴികളിലൂടെയൊക്കെ വോട്ട് ചേർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് വളഞ്ഞ വഴികളിലൂടെ അല്ലല്ലോ ഒരു പൊതുപ്രവർത്തനം. ഇപ്പം ഞാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വരുന്ന സമയത്തും വളഞ്ഞ വഴികൾ ആർക്കും സ്വീകരിക്കാം. പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കാതിരിക്കലാണ് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്ന മാതൃക. അത് സ്വാഭാവികമായിട്ട് BJP ജില്ലാ പ്രസിഡന്റ് ആ മാതൃക കാണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ അവരവർ വ്യക്തിപരമായി, ഞാൻ അത്തരത്തിലൊരു അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായ എന്ന നിലയിൽ നിന്ന് അത്തരത്തിലൊരു വിവാദത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ അവരവർ ആലോചിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ, പൊതുപ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട ആളുകളായി നിൽക്കുന്ന ആളുകൾ അവരവരുടെ ഒരു യുക്തിക്കും അവരവരുടെ ഒരു പിന്നെ ധാർമ്മികതയ്ക്കുമൊക്കെ എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാണ്. അതേ പറഞ്ഞത്. ഇപ്പം എനിക്കും ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വളഞ്ഞ വഴികളൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഞാനിപ്പം 6 മാസം തുടർച്ചയായി പാലക്കാട് താമസാക്കിയിട്ടില്ല. 6 മാസം തുടർച്ചയായി പാലക്കാട് താമസാക്കിയിട്ടില്ല. അപ്പോൾ അതൊരു രാജ്യത്തൊരു നിയമവ്യവസ്ഥയല്ലേ, അത് പാലിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഇല്ലേ. അപ്പം ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ നിയമങ്ങൾ പറയുന്നൊരു കാര്യം ഞാൻ തന്നെ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് ജനങ്ങളുടെ മുന്നിൽ പോയി വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ടാവുക? അത് ധാർമ്മികതയുടെ വിഷയമാണ്. അത് അവരവർ തന്നെ പിടിച്ചെടുക്കും. മുഖ്യമന്ത്രി ഇന്നലെ വീണ്ടും പാണക്കാട് തങ്ങൾക്ക് 2026 സ്വാഭാവികമായിട്ടും എൻ്റെ അടൂരിലെ വോട്ട് മാറുമല്ലോ. കാരണം നമ്മളൊരു പ്രദേശത്ത് 6 മാസത്തിലധികം ഇല്ലെങ്കിലും നമ്മുടെ വോട്ട് മാറിപ്പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് പാലക്കാട് ആവുമല്ലോ. അത് പ്രത്യേകമായിട്ടൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. മുഖ്യമന്ത്രി ഇന്നലെ വീണ്ടും പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷ വിമർശനം വീണ്ടും രാത്രി ഉന്നയിക്കുകയുണ്ടായി. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു കൗതുകം എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, പാലക്കാട് ആർക്കെതിരായിട്ടാണ് മത്സരം? ഇപ്പോൾ CPM എന്തെല്ലാം വൃത്തികേട് ചെയ്തു, വ്യക്തിപരമായും എല്ലാം വൃത്തികേട് ചെയ്തിട്ടും ഞാൻ അമിതമായി അതിനകത്ത് കമന്റ് ചെയ്യാൻ പോകാത്തത് ഇവിടെ ആരുമായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ അമിതമായി പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ ആ തലത്തിലൊന്നും മറുപടി പറയാൻ അറിയാൻ പാടില്ലാത്ത ആളുകളല്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരുമായിട്ടാണ് മത്സരം, അതിൻ്റെ ഒരു ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലക്കാട് BJPയെ പരാജയപ്പെടുത്താനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അവരും അതേ ന്യായം തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതാണ് അവരുടെ ന്യായമെങ്കിൽ എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളിങ്ങനെ കടന്നാക്രമിക്കുന്നത്? പാണക്കാട് തങ്ങളെ കടന്നാക്രമിക്കേണ്ടുന്ന ആവശ്യകത ആർക്കുള്ളതാണ്? അത് BJPക്കുള്ളതല്ലേ? ആ പണി എന്തിനാണ്? അതും വർഗീയ ചൊവ്വയോടുകൂടി, വെറുതെ ഒരു വിമർശനം, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. പാണക്കാട് തങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, തീവ്രവാദ സ്വഭാവമുള്ള രീതിയിലൊക്കെ അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങളെ പറ്റിയല്ല, പൊതുവിൽ ലീഗിനെ പറ്റിയൊക്കെ പരാമർശിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, RSSനെ പറ്റി പറയുമ്പോൾ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി തീവ്രവാദ നിലപാടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇനി ഇന്നലത്തെ പരസ്യം തന്നെ നോക്കൂ. അപ്പോൾ ഈ പരസ്യത്തിനകത്ത് അവർ പറയുന്നത് എന്താണ്? ശ്രീ സന്ദീപ് വാര്യരുടെ ചെയ്തികൾ, പൂർവ്വകാല ചെയ്തികൾ ഞങ്ങൾ എക്സ്പോസ് ചെയ്തതാണ് അല്ലേ? പൂർവ്വകാല ചെയ്തികൾ ഞങ്ങൾ എക്സ്പോസ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ സന്ദീപ് വാര്യരുടെ പൂർവ്വകാല
കാര്യങ്ങളാണല്ലോ. അതിന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഫേക്ക് ആണെന്ന് ശ്രീ സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് BJP മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ സുരേന്ദ്രൻ്റെ സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ രൂക്ഷമായ പ്രതികരണങ്ങൾ കൂടി പത്രത്തിൽ കൊടുക്കണം തോന്നാൻ എന്തുകൊണ്ടായിരിക്കാം? ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയുടെ ഈ വിഷയങ്ങളിലേക്ക് സമാനമായ നിലപാട്, ഇപ്പം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് BJP സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്തായിരിക്കും? ആ നിലപാട് അദ്ദേഹം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും അതൊരു പത്രപരസ്യമായി കൊടുക്കാൻ തോന്നാത്തത്? ശ്രീ കെ സുരേന്ദ്രന് കൊടുക്കാൻ തോന്നാത്തത്? അല്ലെങ്കിൽ BJPയുടെ ശ്രീ വി മുരളീധരന്റെ ഇത്തരം പ്രസ്താവനകളെ പറ്റിയിട്ട് ഒരു പത്രപരസ്യം കൊടുക്കാൻ തോന്നാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ സന്ദീപ് വാര്യർ മാത്രം, അത് സന്ദീപ് വാര്യർ RSS വിട്ട് കോൺഗ്രസ് ആയല്ലോ, RSS വിട്ട് കോൺഗ്രസ് ആയ ഒരാളുടെ പ്രസ്താവനകൾ മാത്രം കൊടുക്കുകയും ഇതാണ് RSSനെതിരായിട്ടുള്ള പോരാട്ടം, ഞങ്ങൾ RSSനെ എക്സ്പോസ് ചെയ്യുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ യുക്തി എന്താണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ്. ഇന്നലെ ആരും ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം പ്ലേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പത്രപരസ്യം ഇപ്പം സംഘപരിവാറിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ പരസ്യത്തിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ഒരു 2 വരി കൊടുക്കാഞ്ഞത്? ആ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്, രാജ്യത്തെ പൗരന്മാരെ മതം വെച്ച് വേർതിരിച്ചത് മോദി സർക്കാരാണ് എന്ന് 2 വരി എഴുതാൻ തോന്നാഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പാലക്കാട് പോലെ ഒരു കർഷക മേഖലയിൽ, ഒരു കർഷക മണ്ഡലത്തിൽ കർഷക നിയമം പോലൊരു കരിങ്കാലി നിയമം കൊണ്ടുവന്നതിനെ പറ്റി ഒരു വരി എഴുതാൻ എന്തുകൊണ്ടാണ്? അപ്പം പോരാട്ടം ആർക്കെതിരായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇന്നലെ എം കൃഷ്ണദാസ് പറഞ്ഞത് ഈ വിമർശനം ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കൾ രാജിവെച്ച് പോകും ആ പദവിയിൽ നിന്ന്. ആരാ? എം കൃഷ്ണദാസ് പറയുന്നത്. അപ്പം ഞാൻ MLA ആകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എം കൃഷ്ണദാസ് പറയുന്നതാണ്. അതാ പറഞ്ഞു, ഞാൻ MLA ആകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അതുകൊണ്ടാണല്ലോ രാജിവെക്കാൻ അദ്ദേഹം ഇപ്പം തങ്ങൾ ഞാനല്ല തങ്ങൾ രാജിവെക്കണമെന്ന്. ഒരു ഇപ്പം 6:30 നമുക്കൊരു 7 മണിയാകുമ്പം തങ്ങളോട് പറയാം രാജിവെക്കണം.